വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 35 ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സുഭാഷ് പാർക്കിന്റെ അകത്ത് കൂടി ഇങ്ങനെ നടന്നതാ ഇവിടം വരെ എത്തി. കായലിന്റെ സൗന്ദര്യമുണ്ട്, കായലിന്റെ സൗന്ദര്യം. ഒപ്പം കുട്ടവഞ്ചിയിൽ പോകുന്ന ആൾക്കാരെ കാണാം. ഞാൻ ഇതുവരെ ഈ കാഴ്ച കണ്ടിട്ടില്ല കേട്ടോ. ഇതാ കുട്ടവഞ്ചിയിൽ പോകുന്ന ആളുകളുടെ ആ ദൃശ്യം. അപ്പം ഫോർട്ട് കൊച്ചിയിലേക്കാണെന്ന് തോന്നുന്നു ഒരു ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദിനചര്യകളിലേക്ക് ആളുകൾ കടക്കുകയാണ്. അവരെല്ലാം വളരെ ആക്റ്റീവായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരെയൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇത്രയേറെ സജീവമായിട്ടല്ലേ അതിരാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങള് ഒരു 5:30 കഴിഞ്ഞപ്പോഴൊക്കെ വന്നു. അപ്പൊ തന്നെ വളരെ സജീവമാണ് ഈ മോർണിംഗ് വാക്കിന്, ഓട്ടത്തിന്, ജോഗിങ്, അങ്ങനെ പല ഇതുണ്ട് കേട്ടോ. അതിലിറങ്ങിയ ഒരുപാട് പേര്, അത് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അത്രയും സജീവമാണ് സുഭാഷ് പാർക്കും പരിസരവും. മാത്രമല്ല അവിടെ നല്ല ബഹളമാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇവിടെ ഭയങ്കര ശാന്തതയാണ്. 6 മണി തൊട്ട് 9 മണി വരെയാണ് സുഭാഷ് പാർക്കിന്റെ പ്രവർത്തന സമയം. രാവിലെ, വൈകിട്ട് അത് കഴിഞ്ഞിട്ട് തുറക്കും. അപ്പം രാവിലെ നടക്കാനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടേക്ക് വരാവുന്നതാണെന്ന് തോന്നുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത വിവിധ FIR കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അനന്തോ കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ആദ്യഘട്ടത്തിൽ അനന്തുവിന്റെ സ്വത്ത് സമ്പാദനം, തട്ടിപ്പ് രീതി എന്നിവയിലാണ് അന്വേഷണം. ഇതിനുശേഷമാകും പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ മൊഴിയെടുക്കുക. വിവിധ ജില്ലകളിലായി 40ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പറവൂരിൽ മാത്രം പരാതികൾ 1000 കടന്നു. അപ്പോൾ അങ്ങനെ പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇങ്ങനെ നടക്കുമ്പോൾ 40ഓളം കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാലോ, ഈ കേരളത്തിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ധാരാളം പരാതികളുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം ഇതൊരു തുടക്കം മാത്രമാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുക. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും, പരിഹാരമുണ്ടാകും. ഈ മാസ്റ്റർ ബ്രെയിൻ ഇയാൾ തന്നെയാണോ, മാസ്റ്റർ ബ്രെയിൻ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ആണ് ഏറ്റവും പ്രധാനമായ അന്വേഷണം നടക്കുക. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് റിയാദിലെ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം 2 മണിക്കാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിക്കുക. ഇത് 8ാം തവണയാണ് കേസ് കോടതി പരിഗണിക്കുന്നത്. അബ്ദുൾ റഹീമും അഭിഭാഷകരും ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരാകും. കഴിഞ്ഞ വർഷം ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയെങ്കിലും ജയിൽ മോചനം വൈകുകയാണ്. ഇന്നെങ്കിലും മോചന ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീമും കുടുംബവും നിയമസഹായ സമിതിയും. പലതവണ കേസ് മാറ്റിവെച്ചത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്നാണ് അഭിഭാഷകർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അബ്ദുറഹീമിന്റെ കേസ് അങ്ങനെ പല തവണയായി മാറ്റിവെക്കുന്നത് വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് അഭിഭാഷകർ കൃത്യമായി ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഒരു പക്ഷേ അതങ്ങനെ തന്നെയായിരിക്കും. നമുക്കറിയാലോ, സൗദിയിലെ നിയമങ്ങളും നിയമ നടപടികളും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് വാർത്തയാണ്. ഉമാ തോമസ് MLA നേരിട്ട് അറിയാത്തവർക്കും സന്തോഷമുള്ളതാണ്. MLAയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പം കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണ പരുക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസ് ഇന്ന് ആശുപത്രി വിടുന്നുണ്ട്. 46 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് MLA വീട്ടിലേക്ക് മടങ്ങുന്നത്. തലയ്ക്കും ശ്വാസകോശത്തിനും ഉണ്ടായ പരുക്കുകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിരുന്നത്. അതിനാണ് ചികിത്സയുണ്ടായത്. എറണാകുളം റിനൈ മെഡിസിറ്റിയിലെ വിദഗ്ധ പരിചരണത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടെയാകും ഡിസ്ചാർജ്. കഴിഞ്ഞ ആഴ്ചകളിൽ MLAയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരായ അന്വേഷണം നടന്നു വരികയാണ്. രാഷ്ട്രീയ വാർത്തയിലേക്ക് വളരെ വേഗം പോകാം. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് MLAയുടെ പേര് നിർദ്ദേശിച്ച് മന്ത്രി AK ശശീന്ദ്രൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ ഇമെയിൽ മുഖേനയാണ് ഈ ആവശ്യം അറിയിച്ചത്. PC ചാക്കോയുടെ രാജിവാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ശശീന്ദ്രൻ പവാറിന് ഇമെയിൽ അയച്ചത്. എന്നാൽ വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിയമിക്കണം എന്നാണ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ PC ചാക്കോയുടെ താൽപര്യം. 2 ദിവസത്തിനകം പവാറിന്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ NCP വാർത്തയിലെ ഭയങ്കര ഒരു അതിശയോക്തിയുണ്ട്, ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് അല്ലേ, അതിശയമുണ്ട്. പരസ്പരം എന്താ പറയാ, കടിച്ചു തിന്നാൻ നിന്നിരുന്നവരാണ് ഈ നമ്മുടെ AK ശശീന്ദ്രനും തോമസ് കെ തോമസും. PC ചാക്കോയുടെ കാര്യം വന്നപ്പോൾ അവരൊന്നായി എന്നുള്ളതാണ്. PC ചാക്കോയ്ക്കെതിരെ പടയൊരുക്കും ഇങ്ങനെ കൂടുതൽ വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ PC ചാക്കോ എന്ത് ചെയ്തു?
രാജിവെച്ചു. അപ്പോൾ രാജി തീരുമാനം എന്തായി എന്നുള്ള കാര്യത്തിലൊക്കെ ഇന്നലെ വന്ന വാർത്തയാണിത്. ഉച്ച സമയത്തൊക്കെ അത് സ്ഥിരീകരിച്ചോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ദേശീയ നേതൃത്വം തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇനി എന്താകും നേതാക്കളുടെ ഒരു തീരുമാനം, അത് ഇന്ന് പ്രധാനമാകും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം ഇന്നും തുടരും. കേസിലെ 2-3 സാക്ഷികളെയാകും ഇന്ന് വിസ്തരിക്കുക. ആദ്യഘട്ടത്തിൽ 50 സാക്ഷികളെയാണ് കൊല്ലം സെഷൻസ് കോടതിയിൽ വിസ്തരിക്കുക. 134 സാക്ഷികളാണ് ഈ കേസിൽ ആകെയുള്ളത്. സാക്ഷി വിസ്താരത്തിനൊപ്പം ക്രോസിംഗ് കൂടി നടത്തണം എന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം. അത് കോടതി എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് നിർണായകമാകും. നമ്മൾ ഈ സ്ഥലത്തിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ ഒരു എലിഞ്ഞിയുണ്ട്. ഞാൻ ഓർക്കായിരുന്നു, ONV കുറുപ്പ് സാറിന്റെ ഏത് കവിതയും ഏത് പാട്ട് ഓർത്താലും ഇതുപോലെ ഇലഞ്ഞി മരം ഉണ്ടാവും, കുയില് കൂവുന്നതുണ്ടാവും അല്ലെ. ഈ ഒരു വട്ടം ചില്ല് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന ആ പാട്ടിലൊക്കെ പറയുന്നുണ്ട്, ഈ എതിർപാട്ട് പാടുവാൻ മോഹം. കുയില് കൂവുമ്പോൾ നമ്മൾ എതിർപാട്ടൊന്ന് പാടി നോക്കുമല്ലേ. അപ്പോൾ അവിടെ കുയില് കൂവുന്നുണ്ട്. അങ്ങനെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലെ. ഒരു കവിത വരുന്നുണ്ടോ? കവിതയല്ല, പാട്ട് പാട്ട് നമുക്ക് പാടാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം സ്മിത. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം AIADMK സഖ്യത്തിന് സാധ്യത തെളിയുകയാണ്. വിജയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയെ നേരിട്ട് കണ്ടു. ഒരുമിച്ച് നിന്നാൽ DMKയെ തോൽപ്പിക്കാനാകുമെന്ന പ്രതീക്ഷ ഇരു ക്യാമ്പുകളിലുണ്ട്. പാർട്ടികൾക്കപ്പുറം സഖ്യങ്ങളാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനം. മുന്നണി സമവാക്യങ്ങൾ ജയപരാജയങ്ങളെ നിശ്ചയിക്കുമെന്നതിനാൽ ഓരോ പാർട്ടികളും അതിനുള്ള തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. അതിനിടയിലാണ് വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് തന്ത്രമൊരുക്കാൻ പ്രശാന്ത് കിഷോർ എത്തിയത്. AIADMKയുടെ പല ക്യാമ്പയിനുകൾക്കും പിന്നിൽ പ്രശാന്ത് കിഷോർ ആയിരുന്നു. പ്രശാന്ത് കിഷോറിന്റെ വരവോടെ TVK AIADMKയ്ക്ക് കൈകൊടുക്കാൻ ഇടയുണ്ടെന്ന അഭ്യൂഹമുണ്ടായി. ഊഹാപോഹങ്ങൾക്ക് കരുത്തുപകർന്ന് വിജയുമായി 3 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രശാന്ത് കിഷോർ നേരെ പോയത് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയെ കാണാൻ. TVKയ്ക്ക് തനിച്ച് 20% വോട്ട് വരെ കിട്ടുമെന്നാണ് പ്രശാന്ത് കിഷോർ കണക്ക് കൂട്ടുന്നത്. ഇതിനൊപ്പം AIADMKയുടെ ഉറച്ച വോട്ടുകൾ മാത്രം ചേർന്നാലും DMKയെ മറിച്ചിടാനാകുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ സഖ്യസാധ്യത പലതവണ TVK തള്ളിയിരുന്നു. ഒപ്പം വിജയിയെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കുന്നവരെ മാത്രമേ ഒപ്പം ചേർക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കി. എന്നാൽ മാറിയ സാഹചര്യത്തിൽ മറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. BJPയോടൊപ്പം ചേരുന്നത് നിലവിൽ ചിന്തിക്കാനാകാത്തതിനാൽ AIADMKയ്ക്കും കരുത്തരായ ഒരു കൂട്ട് അനിവാര്യം. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. അപ്പം ആ ഒരു കൂട്ടുകെട്ട് എങ്ങനെയാകും, അത് നടപ്പിലാകുമോ എന്നൊക്കെ നമ്മുടെ മേറെ ആകാംക്ഷയോടെ ഉറ്റു നോക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. വിഷ്ണുദാസ് ചോദിക്കുന്നു, സ്മിത പ്രവിത ഗുഡ് മോർണിംഗ്. കമന്റ് വായിക്കുന്നില്ലല്ലോ, കുറേ നാളായിട്ട് ഞാൻ എന്തെങ്കിലും എന്നാലും നിർത്തുകയില്ല കേട്ടോ കുട്ടികളെ എന്ന്. അത് കമന്റ് ഇടുന്നത് നിർത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ അയക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വാർത്തയുള്ള ദിവസമായതുകൊണ്ടാണ് കമന്റ് കുറയ്ക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഏറെ നടന്നു തളർന്നതല്ലേ, വഴി ഏതെന്നറിയാതുഴർന്നതല്ലേ, ഋതുഭേദമേൽപ്പിച്ച താപവും ശൈത്യവും ഏറെ സഹിച്ചു നടന്നതല്ലേ. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. വാർദ്ധക്യത്തിൽ 2 പേർ ദമ്പതിമാർ, അവർ പരസ്പരം തുണയാകുന്നത്, ഒരുമിച്ച് നിൽക്കുന്നത്, കടന്നു വന്ന ജീവിത വഴികളെക്കുറിച്ചൊക്കെ ഓർത്ത് അങ്ങനെ സ്നേഹത്തോടെ പോകുന്നത്, അത്രയും മനോഹരമായ പ്രണയം മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല. ONV കവിതകളാണ്, അദ്ദേഹത്തെ ഓർക്കുന്നു. എനിക്ക് വളരെ പെട്ടെന്ന് ഒരു മെസ്സേജ് വായിക്കണം. മാൻവി വ്ളോഗ്സ് ആണ്. സ്മിത, ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്, എൻ്റെ പേര് കൂടി ഒന്ന് പറയാമോ? പേര് പറയാൻ പോണു, ലൈവ് കാണുന്നുണ്ട്. പേര് മനീഷ, കാസർഗോഡ് നിന്നാണ്. അപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ട് മനീഷ. ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ മെസ്സേജസ് കുറച്ചാണ് വായിക്കുന്നതെന്ന്. ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ഹലോ, കമൻറ്റ് വായിക്കാനും പാട്ട് പാടാനും ഇനി അപേക്ഷ വല്ലതും എഴുതി തരണോ സിസ്റ്റേഴ്സ്? രവികുമാർ പി ബി അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വായിക്കാറുണ്ട് അല്ലേ, കമൻസ്. ഇന്നിപ്പോൾ ഒരുപാട് വാർത്തകൾ വരുന്ന ദിവസമാണ്. ക്യാമറമാൻ ഒന്ന് അവിടെ നിന്ന് ഉദയസൂര്യനെ കാണിക്കാൻ പറ്റുമോ? അസ്തമയ സൂര്യനെ കാണാൻ ഞങ്ങൾ പോകാറുണ്ട് അവിടെ. ഇവിടെ എന്താ പ്രശ്നം എന്നറിയണം, സൂര്യൻ ഇപ്പം ഈയിടെയായിട്ട് ഭയങ്കര മടിയാട്ടോ. 6 മണി തുടങ്ങി 7 മണി വരെ നമ്മൾ വായിച്ച് പോകുമ്പോൾ ആശാൻ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് വരുന്നുണ്ടാവും. നല്ല ചോര ചുവപ്പോടുകൂടി എഴുന്നേറ്റ്. 7:05 ആകുമ്പോഴാണ് സാധാരണ സൂര്യൻ ഉദിക്കാറുള്ളത്. അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഈ ഒരു ഷോയിലൂടെ എത്തിക്കാൻ സാധിക്കാതിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞ് പോകാം അല്ലേ.
ഇന്ന് ലോക റേഡിയോ ദിനമാണ്. ഇപ്പോൾ 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1923 ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ആകാശവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. മലയാളികൾക്ക് റേഡിയോ എന്നാൽ ഗൃഹാതുരമായ ഓർമ്മകളാണ്. ചൂട് ചായയ്ക്കൊപ്പം റേഡിയോ കേട്ട് ഒരു ദിവസം തുടങ്ങിയിരുന്ന കാലം. മുറിയുടെ ഒരു കോണിലുള്ള റേഡിയോയ്ക്ക് മുന്നിൽ കൗതുകത്തോടെ ഇരുന്ന് വാർത്തകളും പാട്ടുകളും കേട്ടിരുന്ന മനോഹരമായ കാലത്തിന്റെ ഓർമ്മകൾ. നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും റേഡിയോ കേട്ടിരുന്ന മലയാളിയുടെ ഘടികാരവും റേഡിയോ തന്നെയായിരുന്നു. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നിര്യാതയായ വിവരം ഞങ്ങൾ വ്യസനസമേതം അറിയിക്കുന്നു. നമ്പർ 1 സഫ്ദർജംഗ് റോഡിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ സ്വന്തം അംഗരക്ഷകരിലൊരാളുടെ വെടിയേൽക്കുകയായിരുന്നു. റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്ന കൂട്ടായ്മയാണ് ഇന്ത്യയിൽ ശ്രവ്യമാധ്യമത്തിന്റെ അനുഭവം ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത്. പിന്നീടത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. ഒരു ദശാബ്ദത്തിന് ശേഷമാണ് അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കാൻ അനുമതി ലഭിച്ചത്. 1943 മാർച്ച് 12 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആദ്യ റേഡിയോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥക്കാലത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴുമെല്ലാം വാർത്തകൾ അറിയാനുള്ള പ്രധാന മാർഗമായിരുന്നു റേഡിയോ. 2011 നവംബറിൽ യുനെസ്കോയിലെ എല്ലാ അംഗരാജ്യങ്ങളും ലോക റേഡിയോ ദിനം ഏകകണ്ഠമായി അംഗീകരിച്ചു. കാലം മാറി. സാങ്കേതിക വളർച്ചയുടെ മികവിൽ ആശയവിനിമയ ഉപാധികൾ മാറി മാറി വന്നു. നവമാധ്യമങ്ങളുടെ കുത്തൊഴുക്കിലും റേഡിയോ വിശ്വാസ്യത ചോരാതെ ഇപ്പോഴും നിലനിൽക്കുന്നു. റിസർച്ച് ഡെസ്ക് 24. പൊന്നുഷസെന്നും നീരാടുവാൻ വരുമേ സൗന്ദര്യതീർത്ഥക്കടവിൽ പൊന്നുഷസെന്നും നീരാടുവാൻ വരുമേ സൗന്ദര്യതീർത്ഥക്കടവിൽ നഷ്ടസ്മൃതികളാം മാറിവില്ലിൻ വന്ന പൊട്ടുകൾ തേടി നാം വന്നു. സംഗതി എവിടേക്കോ തെറ്റിയിട്ടുണ്ട്, ക്ഷമിക്കൂ. പക്ഷെ പെട്ടെന്ന് പാടാൻ പറ്റിയ പാട്ട്, ONV സാറിന് ഓർക്കാൻ പറ്റിയ പാട്ട്, നഷ്ടസ്മൃതികളുടെ ഓർമ്മയിൽ. പക്ഷെ നല്ല ഓർമ്മകളാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഓർമ്മകളാണ്. നിങ്ങൾക്കും ആ ഫീല് കിട്ടുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോയാലോ? സമീർ സി മുഹമ്മദ് അവിടെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. കോഴിക്കോട് ATM കവർച്ച നടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിലായെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. മലപ്പുറം സ്വദേശി വിജേഷാണ് പിടിയിലായത്. ടൈൽസ് കട്ടർ ഉപയോഗിച്ച് ATM തകർക്കാനായിരുന്നു ശ്രമം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഇതെന്താണ് സംഭവിച്ചത്? ഇയാള് ഈ കട്ടറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ആശാൻ, ഇത് സ്ഥിരം പരിപാടിയാണോ? ഇത് കൂടുതൽ വിവരങ്ങൾ ഇയാളെ കുറിച്ച് ലഭിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. ഇത് ഒരു സ്ഥിരം പരിപാടിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ യുവാവ്. അതായത് ഇദ്ദേഹം ഒരു പ്രവാസിയാണ്. 42 ലക്ഷം രൂപ തനിക്ക് കടമുണ്ടെന്നും ആ കടം വീട്ടാനാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയത് എന്നുമാണ് ഈ പ്രതി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ഇന്ന് പുലർച്ചെ 2:20 കൂടിയാണ് ഈ പ്രതിയെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് പറമ്പിൽ ബസാറില്ല, പറമ്പിൽ കടവിലെ ഹിറ്റാച്ചിയുടെ ATMലാണ് ഈ കവർച്ചാ ശ്രമം ഉണ്ടായിരിക്കുന്നത്. പ്രതി അവിടെ എത്തി അതിന്റെ ഷട്ടർ താഴ്ത്തിക്കൊണ്ട് ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വേളയിലാണ് പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉള്ളിൽ ലൈറ്റ് തെളിയുകയും ഷട്ടർ താഴ്ത്തിയ നിലയിലുമായതുകൊണ്ട് തന്നെ അതിലൊരു അസ്വാഭാവികത തോന്നി. അവിടെ എത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആ വേളയിലാണ് ഇങ്ങനെ ടൈൽസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ ATM തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ യുവാവ്. അങ്ങനെയാണ് യുവാവിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കമ്പിപ്പാര, അതുപോലെ ഹാമർ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട്. എന്തായാലും ഇത് തന്റെ ആദ്യ ശ്രമമാണ് എന്നാണ് ഇപ്പോൾ പ്രതി നൽകിയിരിക്കുന്ന മൊഴി. ആ ആദ്യ ശ്രമത്തിൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പോലീസിനെ സംബന്ധിച്ച് അഭിമംഗനമായ ഒരു കാര്യം. എന്തായാലും പ്രതിയെ ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്മിത, പ്രവിത.
ഞങ്ങളങ്ങനെ കുറച്ചു നേരം ഇരുന്നത് കാല് കഴിച്ചിട്ടൊന്നല്ല, ഇവിടെ എങ്ങനെ ഇരിക്കാൻ തോന്നും, അത്ര മനോഹരമായ കാഴ്ചകളാണ്. നടന്ന് ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം. പീസ്ഫുൾ. അതെ പ്രവിത, അതിന്റെ ഒരു ട്രാൻസിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സത്യം എനിക്കവിടെ എണീക്കാൻ തോന്നിയില്ല. വളരെ പെട്ടെന്ന് മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോവാം. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന കെ ഹർഷിന നീതി തേടി വീണ്ടും സമരരംഗത്തേക്ക്. ഇന്ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടത്തുന്ന സത്യഗ്രഹ സമരം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേസ് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഹർഷിനയും സമരസമിതിയും ആരോപിച്ചു. സർക്കാരിനെയും കുറ്റക്കാരെയും എതിർകക്ഷികളാക്കി 1.92 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോഴിക്കോട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 5-ന് നടക്കുന്ന സമാപനത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവറും പങ്കെടുക്കും. വയനാട്ടിലേക്ക് വളരെ പെട്ടെന്ന് പോയാലോ. അവിടെ ഹർത്താലിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട്. സുർജിത്തുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, അങ്ങനെ ഹർത്താൽ ആരംഭിച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങളാണോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സ്മിത പ്രവിത, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലക്കിടി ഗേറ്റിലാണ്. അതായത് വയനാട്ടിലെ താമരശ്ശേരി ചുരം കയറിയെത്തുന്ന പാതയാണിത്. അതായത് ദേശീയപാത, മൈസൂരുവിലേക്കും മറ്റും കൊല്ലകലിലേക്കും എല്ലാം തന്നെ പോകുന്ന ദേശീയപാത. ഇവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ വാഹനങ്ങൾ തടയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസുമായി തർക്കം ഉണ്ടാകുന്നുണ്ട്, അതാണ് സ്ഥിതി. എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. വാഹനങ്ങൾ തടയുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടക്കില്ല. വയനാട്ടിലെ ദൈനംദിന മനുഷ്യർ വന്യമൃഗശല്യങ്ങളായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ഓരോ ദിവസവും ഓരോ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ നാട്ടിൽ പഠിക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഈ ഒരു അവസ്ഥ മാറ്റുന്നതിനോട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു മാർഗമില്ല. നമ്മുടെ നാട് വല്ലാത്ത പ്രയാസത്തിലാണ്. അതുകൊണ്ട് നിർബന്ധമായും അടിയന്തര നടപടി കൊണ്ടുവരുന്നത് വരെ വയനാട്ടിൽ സമരം UDF നേതൃത്വത്തിൽ നടത്തപ്പെടും. എന്തായാലും പോലീസ് ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് വാഹനങ്ങൾ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് തർക്കത്തിലേക്ക് മാറുന്നു. അതാണ് അവസ്ഥ. ആളുകളെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നു. ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഇടപെടലിലേക്ക് കടക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അവസ്ഥയിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എന്തായാലും ശക്തമായ പ്രതിഷേധം അത് രൂപപ്പെടുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് രാവിലെ മുതൽ ഗേറ്റ് അടയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അവരെ പൂർണ്ണമായും ഒരു ഭാഗത്തേക്ക് മാറ്റി ഇരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അവർ തടയാൻ ശ്രമിക്കുന്നു. പോലീസ് വലയത്തെ ഭേദിച്ചുകൊണ്ട് അവർ വീണ്ടും വാഹനങ്ങൾ തടയാൻ ശ്രമിക്കുന്നു. കുത്തിയിരിക്കുന്നു റോഡിൽ. അതാണ് അവസ്ഥ. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ കുത്തിയിരിക്കുകയാണ് റോഡിൽ. ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഷേധം. ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഓരോരുത്തരെയായി ജീപ്പിലേക്ക് കയറ്റാനുള്ള ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഇവിടുത്തെ വൈത്തിരിയിലെ വാർഡ് മെമ്പറുമായിട്ടുള്ള ജ്യോതിഷിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന നടപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന നടപടി അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ചേർന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരവസ്ഥ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. വാഹനങ്ങൾ ഇപ്പോൾ യാത്ര ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വലിയ തർക്കം കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ ഉണ്ടാകുന്നു. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ വലിയ പ്രതിഷേധം, അതായത് ഹർത്താലുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ തടയുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്കാണ് ഈ ലക്കിടി ഗേറ്റ് സാക്ഷ്യം വഹിച്ചത്. ഈ ലക്കിടി ഗേറ്റ് സാക്ഷ്യം വഹിച്ചതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം പറ്റൂല. പിണറായി വിജയന്റെ വാക്ക് കേട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്ര ജീവനങ്ങൾ എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? ആരോട് പറയൂ? ആരോട് ഞങ്ങൾ പറയേണ്ടത്? ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ കാണാൻ കഴിയുന്നു. കോൺഗ്രസിന്റെ നേതാവും വൈത്തിരിയിലെ പഞ്ചായത്ത് അംഗവുമായ ജ്യോതിഷ്, ഷമീർ വൈത്തിരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്.
യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളാണ്. അവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്നത്. വാഹനങ്ങൾ ഇവിടെ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പ്രവർത്തകരെ ജീപ്പിന്റെ അരികിലേക്കായി മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ആണ് ഉള്ളത്. അവരെ തള്ളിക്കയറ്റാൻ, അതായത് ഇതിനകത്തേക്ക് തള്ളിക്കയറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയാണ്. ഹൈവേയിൽ മുന്നേ പറയേണ്ടി നിങ്ങൾ ഹൈവേയിൽ ഞങ്ങൾ ഇതിനു മുന്നേ കഴിഞ്ഞ കാലത്ത് സമരം നടത്തിയതാ. ആ സമരം നിങ്ങൾ പിണറായി വിജയന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ സമരത്തെ തള്ളി തകർക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണിത്. ഈ സമരം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി LDF സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരം അത് പോലീസ് ഇവിടെ നടപ്പിലാക്കിയാണ്. വരുന്ന സമയങ്ങളിൽ അനേക പ്രവർത്തകരെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ പറയുന്ന കാര്യമാണ്. കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ച് പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളതാണ്. ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ, അതായത് ഇവിടെ നിന്നും പിടികൂടിക്കൊണ്ട് ഇവിടെ നിന്നും നേരെ ഈ ജീപ്പിനകത്തേക്ക് ചില പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്, ചില നേതാക്കളെ മാറ്റിയിട്ടുണ്ട്, വാർഡ് മെമ്പർ അടക്കമുള്ളവരെ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഇതിനകത്തേക്ക് പോലീസ് ജീപ്പിനകത്തേക്ക് കയറ്റുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. അതാണ് പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഈ ലക്കിടി ഗേറ്റ് സാക്ഷ്യം വഹിച്ചത്. അതായത് ചുരം കയറി എത്തുന്ന പാതയാണിത്. ഈ ചുരം കയറി എത്തുന്ന പാതയിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം രൂപപ്പെട്ടത്. എന്തായാലും വലിയ തർക്കമുണ്ടാകുന്നു. വലിയ രീതിയിൽ ഒരു സംഘർഷാവസ്ഥ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരവസ്ഥ ഉണ്ട്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പിടികൂടുന്ന ഒരു സ്ഥിതി, അതാണ് ഉന്തും തള്ളും ഉണ്ടാകുന്നു. അതാണ് അവസ്ഥ. ആ ഉന്തും തള്ളും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് തുടരുകയാണ്. ഈ സംഘർഷാവസ്ഥ തുടരുന്നൊരവസ്ഥയാണുള്ളത്. പ്രവർത്തകർ ഇവിടെ റോഡിൽ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത്. ഇതിനിടയിലാണ് ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ശ്രമമായിരുന്നു. അതിനിടയിലാണ് പോലീസ് എത്തുകയും പോലീസ് ഇവരെ തടുത്ത ശേഷം അവരെ നേരെ സൈഡിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. ഇതിനിടയിൽ വലിയ തർക്കം രൂപപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഉന്തും തള്ളും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആ ഉന്തും തള്ളും അത് വലിയ അളവിലുള്ള പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് അത് മാറുകയാണ്. ഇവിടെ പ്രവർത്തകർ, വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ, 10ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും മാത്രമാണ് രാവിലെ ഉണ്ടായിരുന്നത്. കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ച് ഇവിടെ സമരം ശക്തമാക്കുമെന്നുള്ള നിലപാടാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പോലീസുമായി ഇപ്പോഴും വാക്കേറ്റം തുടരുന്ന ഒരവസ്ഥ, അതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന തരത്തിലേക്ക് വലിയ പ്രതിഷേധം അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിഷേധം ഈ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം അവസാനിക്കുന്നതാണോ? മറ്റിടങ്ങളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ കോൺഗ്രസ്? ഓരോ ദിവസം IFGക്ക് അറിയാം, ഈ വയനാടിന് ഏറ്റവും പൾസർ ചെയ്യുന്ന ആളാ. ഒരു റിപ്പോർട്ടാണ് നിങ്ങൾ. എന്താ ഞങ്ങൾ ആരോടാ പ്രതികരിക്കേണ്ടത്? ആരോടാ പ്രതിഷേധിക്കേണ്ടത്? നിരന്തരം ഓരോ ദിവസം നാട്ടിലിറങ്ങിയിട്ട് ആനകൾ അല്ലെങ്കിൽ കടുവ നിരന്തരം ആളുകൾ ജീവനെടുത്തോണ്ടിരിക്കുക. ഈ വയനാട് ചേർന്ന് എന്താ രണ്ടാമക്കുണ്ടായ മക്കളോ? ഇന്നേവരെ ഇപ്പോൾ 2-3 ജീവനുകൾ അടുത്ത സംഭവിച്ചു. ഇന്നേവരെ ഒരു മുഖ്യമന്ത്രി അയാൾക്ക് ജില്ലാ സമ്മേളനത്തിലൊക്കെ പോകാൻ സമയമുണ്ട്. ഈ വയനാട്ടിലെ ആ പാവങ്ങളെ വീടുകൾ വരെ സന്ദർശിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരോട് പറയും? ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? ഇങ്ങനെയല്ലേ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പോലീസിനെ വെച്ച് ഞങ്ങളെ സമരം പൊളിച്ചുകൊണ്ടിരിക്കുക. ആരോടാ ഞങ്ങൾ പറയാ? ഒരു പ്രശ്നവും സാധാരണ എല്ലാ സമയത്തുണ്ടാകുന്ന പോലെ തന്നെ എല്ലാ ഹർത്താലുകൾക്കും ഞങ്ങൾ 10-15 മിനിറ്റ് പിടിച്ചിട്ട് ഞങ്ങൾ വിടലാണ്. ഇത് ഇന്ന് ആ CI വന്നിട്ട് ഞങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ചെയ്തത്. സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് CPMന്റെ അച്ചാരം വാങ്ങി വന്നിരിക്കുക അദ്ദേഹം. അതാണ് ഇവർക്ക് പറയാനുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു സാഹചര്യം, അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായ പ്രതിഷേധം. പക്ഷേ ഇപ്പോൾ പ്രവർത്തകരിൽ ഏതാണ്ട് ഒരു 6 പേരെ ഇവിടെ നിന്നും പിടികൂടി അവിടെ മാറ്റി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് ഈ പോലീസ് കടന്നിരിക്കുന്നു. വൈത്തിരി പോലീസ് ആണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രവർത്തകർ, അതായത് വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ മാത്രമാണുള്ളത്. അവർ ഇപ്പോൾ റോഡ് തടയുന്നൊരവസ്ഥയാണ്
ഉള്ളത്. ശക്തമായ രീതിയിൽ അത് തന്നെ പ്രതിഷേധത്തിന്റെ ഭാഷ അറിയിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഇങ്ങനെ പ്രതിഷേധിക്കാറുണ്ട് എന്നുള്ളതാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അവിടെ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ, അവിടെ നേതാക്കളെ ഉൾപ്പെടെ അവിടെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി പോലീസ്. പിന്നീട് പോലീസും നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ വാക്കുതർക്കത്തിലേക്ക് പോകുന്നു. ചെറിയൊരു സംഘടനം അതിൻ്റെ സംഘർഷാവസ്ഥയിലേക്കൊക്കെ അവിടെ പോവുകയുണ്ടായി. എന്നാൽ അവരെ ഒരു വശത്തേക്ക് തടഞ്ഞ് മാറ്റി നിർത്തുകയാണ് പോലീസ് ഇപ്പോൾ എന്നാണ് സുർജിത്ത് നൽകിയ വിവരം. വയനാട്ടിൽ ഇന്ന് UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇതുപോലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ ഇപ്പോൾ ശാന്തമായി തന്നെ പ്രതിഷേധിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.